ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി നമുക്കൊപ്പമുണ്ട്. പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ എം പി വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ കണ്ടത്. രാജ്യമൊട്ടാകെ ഈ സമരം ഏറ്റെടുക്കുന്ന സൂചനകൾ പുറത്തു വരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് നിങ്ങൾ നിശ്ചയിച്ച ഇടത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു, ഗാന്ധി സ്മൃതിയിലേക്ക്. എങ്ങനെയായിരുന്നു ഇന്ന് സമരം നിങ്ങൾ പ്ലാൻ ചെയ്തത്? നേരത്തെ ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നു എന്ന സൂചന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം തീരുമാനിച്ചത്? പൊടുന്നനെ സമരവേദി ഗാന്ധി സ്മൃതിയിലേക്ക് മാറ്റുകയായിരുന്നോ? എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടു? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണോ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ? ശ്രീ അരുൺ, ഇന്ന് രാവിലെ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനിച്ചതാണ് ഇന്ന് വൈകുന്നേരം പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം തെരുവിൽ നടത്തണമെന്ന് തീരുമാനിച്ചതാണ്. അതെന്തായിരിക്കണം സമരമുറ, എന്തായിരിക്കണം സമരമാർഗം, ഏത് കേന്ദ്രത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാനും അത് പ്ലാൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ആ യോഗം ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെ മുഴുവൻ അദ്ദേഹത്തിന്റെ വസതിയിൽ വിളിച്ചു. അത്യാവശ്യം ഒരു ചായ കൂടി സൽക്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം 3 ബസ്സുകളിലായി മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ഗാന്ധി സ്മൃതിയിലേക്ക് തന്നെയാണ് മാർച്ച് ചെയ്തത്. രാജ്ഘട്ടിലേക്കായിരുന്നില്ല, ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നില്ല, അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. തീരുമാനിച്ചത് ഗാന്ധി സ്മൃതിയിലേക്കായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി താമസിക്കുന്നതിന് തൊട്ടടുത്ത്, അമിത്ഷായുടെ വസതിക്ക് തൊട്ടടുത്താണ് സത്യത്തിൽ ഗാന്ധി സ്മൃതി. എന്താണ് ഈ സമരത്തിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം 1948 ജനുവരി മാസം 30 ഗോഡ്സെയുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ഗാന്ധിജി, രാഷ്ട്രപിതാവ് മരിച്ചു വീണ മണ്ണിൽ ജനാധിപത്യ പുനഃസ്ഥാപനത്തിനും ജനാധിപത്യാവകാശങ്ങളുടെ റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ അതിന്റെ അത് നേടിയെടുക്കുന്നതിനും വേണ്ടി, പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോർച്ചയല്ല, ആൻസർ പേപ്പറിന്റെ ചോർച്ചയല്ല, നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ മാനങ്ങൾ, രാഷ്ട്രീയ മാനങ്ങൾ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തെ ഭരണകാലയളവിനിടയിൽ ജനാധിപത്യപരമായിട്ടുള്ള നിരവധി അവകാശങ്ങൾ ചവിട്ടിപതിക്കുകയും ഏകപക്ഷീയമായി നിഷേധിക്കുകയും ചെയ്ത ഈ സർക്കാരിന്റെ നടപടികൾക്കെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റമായി കൂടി ഞങ്ങൾ ഈ സമരത്തെ കാണുകയാണ്. അപ്പോൾ ആ ജനാധിപത്യ അവകാശങ്ങളുടെ പുനഃസ്ഥാപനം അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്നുള്ളത് കൂടി ഈ സമരത്തിന്റെ പ്രത്യേകതയാണ്. വളരെ ബേസിക് ബെയർ മിനിമം ഡിമാൻഡാണ് ഞങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അതായത് 22 ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതിയ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? എന്നിട്ടും അദ്ദേഹത്തിനെതിരായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റെന്ത് മാർഗമാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ടത്? അതിന്റെ ഭാഗമായി രൂപപ്പെട്ട സമരം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് ഡൽഹിയിൽ. 6 മണിക്ക് ശേഷം കടകൾ തുറക്കാൻ പാടില്ല, ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ വെച്ച് പ്രതിരോധിക്കുന്നു, മെട്രോ റെയിൽവേ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു. അങ്ങനെ വലിയ രൂപത്തിലൊരു അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയിലൂടെ ഈ ജനകീയ സമരത്തിന്റെ മൂർച്ച കുറയ്ക്കാമെന്നും അടിച്ചമർത്താമെന്നുമാണ് കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന നിലയിലുള്ള ജനകീയ മുന്നേറ്റമാണ് സത്യത്തിൽ ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് വരുന്ന യുവാക്കളും വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, സംതിങ് ബിഗ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ അണ്ണാ ഹസാരെ മൂവ്മെന്റ് എങ്ങനെയാണ് കുറേ ദിവസങ്ങളോളം ദില്ലിയെ മാറ്റിമറിച്ചത്? സമാനമായ രീതിയിൽ കുറച്ചുകൂടി വലുത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ആലോചനയിലുണ്ടോ? ഒരു ഭാഗത്ത് ജന്തർ മന്ദിറിൽ സമരം തുടരുമ്പോൾ സമാന്തരമായി തന്നെ മറ്റൊരു വലിയ സമര പദ്ധതി നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ഘട്ടം ഘട്ടമായി ജനകീയ സമരത്തെ വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഇന്ന് ഏറ്റവും ഇതിന്റെ പ്രത്യേകത പാർലമെന്റ് സമ്മേളനം നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ നിലയിൽ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ പാർലമെന്റിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതോടൊപ്പം തന്നെ തെരുവിൽ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക, ഈ ജനകീയ മുന്നേറ്റത്തെ കരുത്താർജിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ജനകീയ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ നിലയ്ക്ക് നിർത്താൻ, വരുതിക്ക് നിർത്താൻ ജനകീയ പ്രതിരോധത്തിലൂടെ ശക്തമായ നിലയിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ജനകീയ മുന്നേറ്റം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ആലോചിക്കുന്നത്. ഘട്ടം ഘട്ടമായി സമരപരിപാടികൾ ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ രാജ്യം ശ്രദ്ധിക്കുന്ന, രാജ്യാന്തര രംഗം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി
ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രാദേശിക തലത്തിലുമുള്ള വലിയ ജനകീയ പ്രക്ഷോഭം ഇതിനകം തന്നെ വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ഓർഗാനിക് മൂവ്മെന്റാണ്. ആരുടെയും പ്രേരണയുടെയും പ്രചോദനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, സ്വയം ജനങ്ങൾക്ക് തോന്നി തെരുവിലിറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജനകീയ പ്രക്ഷോഭം. താങ്ക് യു ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ.